Dear students, all of you welcome to the class. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതായത് ട്രിപ്പ് ഓഫ് ലേ ഹോർല എന്ന ഷോർട്ട് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള പാർട്ടാണ് ഈ ഒരു സെഷനിൽ. ക്വസ്റ്റ്യൻ നമ്പർ 26. Look at the expression delicious inertia. Can you identify the figure of speech used here? അതായത് ഡെലീഷ്യസ് ഇനർഷ്യ എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിലുള്ള അതിൻ്റെ ആ ഒരു പദപ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഫിഗറിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെറ്റഫർ. METAPHOR മെറ്റഫർ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ മെറ്റഫർ ആണ്. മെറ്റഫർ എന്താണെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ പുറകെ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രമാത്രം മതി. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ ഈസ് മെറ്റഫർ. Then question, why is space travel considered as delicious inertia by the narrator? അതായത് നറേറ്റർ ആരാ? മോപ്പസന്ത് എന്തുകൊണ്ടാണ് ഈ സ്പേസ് ട്രാവലിനെ, അതായത് ബലൂണിലൂടെയുള്ള ഒരു ആകാശയാത്രയാണല്ലോ, ഈ ആകാശയാത്രയെ ഒരു ഡെലീഷ്യസ് ഇനർഷ്യ എന്ന മധുരകരമായ ഒരു അനുഭവമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഡെലീഷ്യസ് ഇനർഷ്യ എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? ആൻസർ, ഇനർഷ്യ മീൻസ് apathy, unwillingness to move or act. The narrator feels that space travel is wonderful and compares it to having delicious food. There is a great sensation of satisfaction and happiness while traveling in space in a state of inertia. They feel like birds that don't even have to flap their wings. അതായത് ഇവിടുത്തെ ഒരു കമ്പാരിസൺ ഡെലീഷ്യസ് ഇനർഷ്യ എന്നുള്ളതാണ്. ഏതിനെയാണ്? സ്പേസ് ട്രാവലിനെ. എന്തുകൊണ്ട് അങ്ങനെ കമ്പയർ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാലോ, അല്ലെ എന്തുകൊണ്ട് അങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇനർഷ്യ എന്ന് പറഞ്ഞാൽ അത് അപ്പതി, അൺവില്ലിങ്നെസ് ടു മൂവ്. അല്ല, ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? മൂവ്മെന്റ് ഇല്ലാതെ നിശ്ചലാവസ്ഥയിൽ അനങ്ങാതെ നിൽക്കുക എന്നതാണ് ഇനർഷ്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. അനക്കമില്ലാതെ നിൽക്കുക, ദാറ്റ് ഈസ് അപ്പതി ഓർ അൺവില്ലിങ്നെസ് ടു മൂവ് ഓർ ടു ആക്ട്. ഇതാണ് ഇനർഷ്യ എന്ന വേർഡിന്റെ മീനിങ്. ഇവിടെ നമ്മുടെ നറേറ്റർ, അദ്ദേഹത്തിന് എന്താ തോന്നുന്നത്? ഇവിടുത്തെ സ്പേസ് ട്രാവൽ ശരിക്കും അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു, അല്ലെ? വളരെ വണ്ടർഫുൾ ആയിട്ട്, വളരെ അതിശയകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു യാത്രയെ ഒരു ഡെലീഷ്യസ് ഫുഡിനോടാണ് കമ്പയർ ചെയ്തിരിക്കുക. വളരെ രുചികരമായ ഭക്ഷണ പദാർത്ഥത്തിനോടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുക. ശരിക്കും ഒരു സെൻസേഷൻ, എന്താ പറയുക, അതിശയോക്തി നൽകുന്ന തരത്തിലുള്ള ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും എല്ലാമായിരുന്നു ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ യാത്ര അത്രയ്ക്ക് അതിഭയങ്കരമായ ഒരു അനുഭവം അദ്ദേഹത്തിന് നൽകിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദേ ഫീൽ ലൈക്ക് ബേർഡ്സ്. അവർ ഏതാണ്ട് ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന പക്ഷികളെ പോലെയാണ് അവർക്ക് തോന്നിയത്. അതായത് നിൽക്കുന്നിടത്ത് നിന്നും ഒരടി പോലും മുന്നോട്ട് നീങ്ങാതെ ആകാശത്തിന്റെ ആ വിഹായസിലൂടെ പറക്കുവാൻ കൊതിക്കുന്ന പക്ഷികളെ പോലെയായിരുന്നു ആ ബലൂണിലൂടെ സഞ്ചരിക്കുന്ന സമയത്തെല്ലാം നറേറ്ററിന് തോന്നിയിരുന്നത്. അതാണ് ഈ ഇനർഷ്യ എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡെലീഷ്യസ് ഇനർഷ്യ എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വൺസ് അഗൈൻ, inertia means apathy, unwillingness to move or act. The narrator feels that space travel is wonderful and compares it to having delicious food. There is a great sensation of satisfaction and happiness while traveling in space in a state of inertia. They feel like birds that don't even have to flap their wings. Okay. Next one. Coin expressions to describe the balloon, just like the author who calls the balloon a world wandering in the sky and a wandering traveling world. എന്താണ്? കോയിൻ എക്സ്പ്രഷൻസ് ടു ഡിസ്ക്രൈബ് ദ ബലൂൺ ജസ്റ്റ് ലൈക്ക് ദി ഓതർ ഹു കാൾസ് ദ ബലൂൺ എ വേൾഡ് വാണ്ടറിങ് ഇൻ ദ സ്കൈ ആൻഡ് എ വാണ്ടറിങ്. അതായത്
കോയിൻ എക്സ്പ്രഷൻസ് ടു ഡിസ്ക്രൈബ്, അതായത് ബലൂണിലൂടെയുള്ള സഞ്ചാരം, അത് യഥാർത്ഥത്തിൽ നമ്മളുടെ മോപ്പസന്തിനെ സംബന്ധിച്ച് അദ്ദേഹം അതിനെ ബലൂണിലൂടെയുള്ള ആ ഒരു യാത്രയെ അദ്ദേഹം വർണ്ണിക്കുന്നത് എങ്ങനെയാ? ലോകം ചുറ്റിക്കറങ്ങൽ, ആകാശപ്പരപ്പിലൂടെയുള്ള ലോകം ചുറ്റിക്കറങ്ങൽ, അങ്ങനെയുള്ള ഒരു ചുറ്റിക്കറങ്ങൽ എന്ന തരത്തിലാണ്, ലോകത്തെ മൊത്തത്തിൽ ഒന്ന് ചുറ്റിയടിച്ചു വരിക എന്നുള്ള തരത്തിലാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. സോ അതിന്റെ ആൻസർ സോറിങ്, ഫ്ലീറ്റിംഗ് വേൾഡ് ആൻഡ് ഫ്ലീറ്റിംഗ് വേൾഡ് ഇൻ ദ സ്കൈ. അതാണ് സോറിങ്, SOARING. അതുപോലെ ഫ്ലീറ്റിംഗ് വേൾഡ്, ഫ്ലീറ്റ് ചെയ്യുക, ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുക അല്ലെ. ഇവിടുത്തെ ഫ്ലൈറ്റ് ഏതാ? ബലൂണാണ്. അപ്പം എങ്ങോട്ടാണ്? ഉയരങ്ങളിലേക്ക്, അതായത് ആകാശപ്പരപ്പിലൂടെ, ആകാശത്തിന്റെ മേൽപ്പരപ്പിലൂടെയുള്ള ഉയരങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇതാണ്, സോറിങ്, ഫ്ലീറ്റിംഗ് വേൾഡ് ആൻഡ് ഫ്ലീറ്റിംഗ് വേൾഡ് ഇൻ ദ സ്കൈ. ഓക്കെ. When does the balloon stop? Why? ബലൂൺ എപ്പോഴാണ് നിന്നത്? എന്തുകൊണ്ട്? The balloon stops when it reaches a height of 2350 meters. 2350 മീറ്ററോളം ഉയരത്തിൽ എത്തിയപ്പോഴാണ് ബലൂൺ നിന്നത്. The air pressure must have come down. എയർ പ്രഷർ അത് ഏകദേശം എന്ത് പറ്റി? കുറഞ്ഞു. So the balloon stops. എയർ പ്രഷർ ഏറ്റവും ഇത്രയും ദൂരത്തിൽ ചെന്നോ? എത്രയും ദൂരത്തില? 2350 മീറ്ററോളം ഉയരത്തിൽ ചെന്നപ്പോഴാണ് ബലൂൺ നിന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷ മർദ്ദം ഉണ്ടല്ലോ, അന്തരീക്ഷ മർദ്ദം പതുക്കെ കുറയുകയും അതിനെ തുടർന്ന് ബലൂൺ നിശ്ചലമാവുകയും ചെയ്തു. പിന്നെ മേലോട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അത് താഴോട്ട് എന്ന രീതിയിൽ പതുക്കെ പിന്നീട് അത് താഴോട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത്, മേലോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ആൻസർ, ദ ബലൂൺ സ്റ്റോപ്സ് വെൻ ഇറ്റ് റീച്ചസ് എ ഹൈറ്റ് ഓഫ് 2350 meters. The air pressure must have come down, so the balloon stops rising and then it starts to descend. Descend എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങുക. Okay. How does the author describe the rapid descent of the balloon? അതായത് അതിന്റെ ഇറക്കയില്ലേ, എങ്ങനെയാണ് ഈ ബലൂണിന്റെ താഴോട്ടുള്ള ഇറക്കത്തെ കുറിച്ച് നമ്മുടെ ഓതർ വിവരിക്കുന്നത്? The author says that they are going down very rapidly. M. Mallet asks the passengers to throw out more ballast. They are throwing out sand and stones to lighten the balloon so that it can fly upwards, but their descent is so fast that the sand they throw flies back into their eyes. അപ്പോൾ ആ ഇറക്കത്തിനെ സംബന്ധിച്ച് അവർ മേലോട്ട് പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ മേലോട്ട് ബലൂൺ പറന്ന് പോകുന്നില്ല, അത് താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് തോന്നുകയാണ്. അതെങ്ങനെയാണ്, അതിനെപ്പറ്റി എങ്ങനെയാണ് ഓതർ വർണ്ണിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓതർ ഇവിടെ പറയുന്നത് എന്തെന്നാല്, അവരെ താഴോട്ട് എന്ന രീതിയിൽ വളരെ പെട്ടെന്നായിരുന്നു അവരുടെ മുകളിലോട്ട് കുതിച്ചു പോകുന്ന യാത്ര, പെട്ടെന്ന് തന്നെ അത് താഴോട്ട് എന്ന രീതിയിൽ വന്നു. അതിനെപ്പറ്റി എം മല്ലറ്റ് അദ്ദേഹം പാസഞ്ചേഴ്സിനോട് എല്ലാവരോടും കൂടി പറയുന്നത് എന്തെന്നാല്, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാവരും കൂടുതൽ മണ്ണും കല്ലും എല്ലാം അതിനു വേണ്ടിയിട്ടൊരു ബള്ളാസ്റ്റ് അതെല്ലാം കൂടി നിറച്ചിട്ടുള്ള ഒരു പെട്ടി പോലെ അത് അവരുടെ കയ്യിലുണ്ട്. മണ്ണും കല്ലും എല്ലാം കൂടി നിറച്ചിട്ടുള്ള ഒരു സഞ്ചി എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്നും എടുത്തിട്ട് മണ്ണും കല്ലും എല്ലാം നിങ്ങൾ എടുത്തിട്ട് അത് എങ്ങോട്ട് എറിയുക? സ്റ്റോൺസ്, സാൻഡ്സ് ഇവയെല്ലാം തന്നെ എറിയുക. അങ്ങനെ പുറത്തേക്ക് എറിയുമ്പോഴേക്കും ബലൂണിന്റെ ഭാരം കുറയും. ബലൂണിന്റെ ഭാരം കുറഞ്ഞാൽ അത് വീണ്ടും മുകളിലോട്ട് പറക്കും. കൈവശം എല്ലാവരുടെ കയ്യിലും ഈ ബള്ളാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാരം കൂടുമ്പോഴേക്കും ബലൂണിന് മേലോട്ട് പറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പാസഞ്ചേഴ്സിനോട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, എല്ലാവരും ഇത് ചെയ്യുക. എന്നതാ ചെയ്യേണ്ടത്? കുറച്ച് കല്ലും മണ്ണും എല്ലാം നിങ്ങൾ ആ ബള്ളാസ്റ്റിൽ നിന്നും എടുത്ത് പുറത്തേക്ക് എറിയുക. പക്ഷെ അത് പുറത്തേക്ക് എറിയുമ്പോഴേക്കും അതിന്റെ ഭാരം കുറയും, ബലൂൺ വീണ്ടും മുകളിലോട്ട് പറക്കുമെന്ന് പറഞ്ഞെങ്കിലും ഉയരുമെന്ന് പറഞ്ഞെങ്കിലും അവരുടെ ഇറക്കമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടായത്. കാരണം എന്തെന്നാൽ അവരെറിയുന്ന മണ്ണെല്ലാം തന്നെ അത് അവരുടെ കണ്ണിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. കാറ്റുകൊണ്ടായിരിക്കാം തിരിച്ച് അവരുടെ കണ്ണിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, അത് താഴോട്ട് പോയിരുന്നില്ല എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ്, the author says that they are going down very rapidly. M. Mallet asked the passengers to throw out more ballast. They are throwing out sand and stones to lighten the balloon so that it can fly upwards, but their descent is so fast that the sand they throw flies back into their eyes. Okay. അടുത്ത ചോദ്യം, how does
The shadow of the balloon appeared to the travelers. അതായത് യാത്രക്കാരുടെ മുന്നിലെ ബലൂണിന്റെ നിഴൽ എങ്ങനെയാണ് പ്രകടമായത്? The travelers look down and see something running on the ground with great speed, jumping over ditches, roads and trees so easily, but they cannot guess what it is until the captain tells them that it is the shadow of the balloon. അതായത് അവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികളായ ആളുകൾ എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്താണ് നടക്കാൻ പോകുന്നത്. അതായത് എന്തോ മണ്ണിലേക്ക് ഇങ്ങനെ ഓടി വരുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ്. അതും അതീവ വേഗതയിൽ എന്തോ മണ്ണിലേക്ക് താഴത്തേക്ക്, മുകളിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ വേഗത്തിൽ താഴോട്ട് ഇറങ്ങുന്ന പോലെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയുള്ള വഴികളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതീവ വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അതിലുണ്ടായിരുന്ന സഞ്ചാരികൾക്കൊന്നും തന്നെ ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്താണ് ഈ വരുന്നത്, ഇത്രയധികം വേഗത്തിൽ മുകളിൽ നിന്നും താഴോട്ട് എന്തോ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, വഴികളെയൊക്കെ തട്ടിമറിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും. പിന്നീട് ക്യാപ്റ്റൻ അവരോട് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ബലൂണിന്റെ ഷാഡോ, നിഴലാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ ഫാർ ഡസ് ദ പോളാർ സ്റ്റാർ ഗൈഡ് ദ ട്രാവലേഴ്സ്? നമ്മുടെ സഞ്ചാരികൾക്ക് എങ്ങനെയാണ് പോളാർ സ്റ്റാർ വഴികാട്ടിയായത്? എത്രത്തോളമാണ് പോളാർ സ്റ്റാർ അവർക്ക് വഴികാട്ടിയാകുവാൻ സഹായിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ദ പോളാർ സ്റ്റാർ ഗൈഡ്സ് ദ ട്രാവലേഴ്സ് ടു ബെൽജിയം വിച്ച് ബോർഡേഴ്സ് ഫ്രാൻസ് ഓൺ ദ സൗത്ത്. പോളാർ സ്റ്റാർ ട്രാവലേഴ്സിനെ ഗൈഡ് ചെയ്തത് ബെൽജിയത്തിലേക്കായിരുന്നു. ബെൽജിയം വിച്ച് ബോർഡേഴ്സ് ഫ്രാൻസ് ഓൺ ദി സൗത്ത്, അതായത് ബെൽജിയത്തിലേക്കുള്ള ആ ഒരു ഗൈഡാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, പോളാർ സ്റ്റാർ വെച്ചതുകൊണ്ട് അവർക്ക് ഗൈഡിങ് കിട്ടിയത് ട്രാവലേഴ്സിന് ബെൽജിയത്തിലേക്കാണ്. അപ്പോൾ വിച്ച് ബോർഡേഴ്സ് ഫ്രാൻസ് ഓൺ ദി സൗത്ത്, അപ്പോൾ ബെൽജിയം ടു ബോർഡേഴ്സ് ആയിട്ട് സൗത്ത് ഭാഗത്ത്, തെക്കു ഭാഗത്ത് ഫ്രാൻസ്. അപ്പോൾ അങ്ങനെ ഒരു ദിശാബോധം ലഭ്യമാകാനായിട്ട് പോളാർ സ്റ്റാർ സഞ്ചാരികൾക്ക് സഹായകമായി. ഡു യു തിങ്ക് ഇറ്റ് ഈസ് എ സയന്റിഫിക് വേ ടു ട്രാവൽ? ഇതൊരു ശാസ്ത്രീയ രീതിയാണെന്നോ, സഞ്ചാരത്തിന് യാത്ര ചെയ്യുന്നതിന് ഒരു ശാസ്ത്രീയ മാർഗമാണ് ഇത്തരത്തിലുള്ള ബലൂൺ യാത്ര എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? യെസ്, ആൻസർ യെസ്. ദ പോളാർ സ്റ്റാർ ഈസ് ആൾസോ കാൾഡ് ദ നോർത്ത് സ്റ്റാർ. അതെ, പോളാർ സ്റ്റാറിന്റെ മറ്റൊരു പേര് നോർത്ത് സ്റ്റാർ എന്നാണ്. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ബൈ ദ ട്രാവലേഴ്സ് ഫോർ സെഞ്ചുറീസ്. നൂറ്റാണ്ടുകളായിട്ട് യാത്രക്കാര് ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. എന്തിനാ? ടു ഹെൽപ്പ് ദം ടു നോ ദ ഡയറക്ഷൻ ആസ് ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ഇൻ ഇറ്റ്സ് പൊസിഷൻ. അതായത് സഞ്ചാരികൾക്ക് അവർ സഞ്ചരിക്കുന്ന ദിശ ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവര് സഞ്ചരിക്കുമ്പോഴേക്കും ആ ദിശയുടെ ആ ഒരു ലെവല് അത് കോൺസ്റ്റന്റ് ആയിട്ട്, അതിന്റെ പൊസിഷൻ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കുമോ എന്നുള്ളതൊക്കെ അറിയുവാനും, അങ്ങനെ അവർക്ക് തീർച്ചയായിട്ടും ഡയറക്ഷൻ അറിയുക എന്നുള്ളതാണ്, സഞ്ചരിക്കുന്നതിന്റെ സ്ഥലങ്ങളുടെ ദിശ അറിയുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ സഞ്ചാരികൾ പണ്ടുകാലം മുതലേ ഉപയോഗിച്ചു പോന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഹൂ ഈസ് ദ ബെവിൽഡേർഡ് മാൻ? ബെവിൽഡറിങ് എന്ന് പറഞ്ഞാൽ ഭയചകിതനാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പേടിച്ചു വിറച്ച മനുഷ്യനാണ് ആരായിരുന്നു? എന്താണ് പേടിച്ചു വിറക്കാൻ കാരണം? ചോദ്യം, ഹൂ ഈസ് ബെവിൽഡേർഡ് മാൻ? വൈ ഈസ് ഹി ബെവിൽഡേർഡ്? ഓക്കെ, ആൻസർ Lieutenant Mallet, who was watching the course of the balloon, is the bewildered man. അതായത് ഈ ബലൂണിന്റെ ഗതി എങ്ങോട്ടാണെന്ന രീതിയിൽ വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരുന്ന ഇതിലെ ലെഫ്റ്റനന്റ് മല്ലറ്റ് ആണ് പേടിച്ചു വിറച്ച മനുഷ്യൻ. ഹി ഈസ് ബെവിൽഡേഡ് ഓർ കൺഫ്യൂസ്ഡ്. അദ്ദേഹം ഭയചകിതനായി അല്ലെങ്കിൽ ആശങ്കാകുലനായി. ബിക്കോസ് ദ ബലൂൺ ഈസ് മൂവിങ് സോ ഫാസ്റ്റ്. എന്തുകൊണ്ടാണ്? വളരെ വേഗത്തിലാണ് ബലൂൺ സഞ്ചരിക്കുന്നത്. സോ ഫാസ്റ്റ് ദാറ്റ് ഹി ഡസ് നോട്ട് ഈവൻ നോ വെയർ ദേ ആർ. ബലൂൺ വളരെ വേഗത്തിൽ അങ്ങ് ഓടിപ്പോകുന്നു. തനിക്കറിയാൻ പോലും കഴിയുന്നില്ല എവിടെയാണിത്, എങ്ങോട്ടാണ് ഇതിന്റെ ദിശ മാറുന്നത് എന്നുള്ളതൊന്നും അറിയാൻ സാധിക്കുന്നില്ല.
കമന്റ് ഓൺ ദ റിയാക്ഷൻ ഓഫ് ദ ക്യാപ്റ്റൻ ടു ദ റോറിംഗ് വിൻഡ്. അതായത് ഗർജിച്ചു വരുന്ന കാറ്റ്. അപ്പോൾ ഗർജിച്ചു വരുന്ന കാറ്റിനിടയിൽ നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ കമന്റ് ചെയ്യുന്ന ഒന്നും തന്നെ കൂട്ടത്തിലുള്ളവർക്ക് ആർക്കും കേൾക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത്രയ്ക്ക് അലറി വരുന്ന ഒരു കാറ്റ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടിയുള്ള അന്തരീക്ഷത്തിന്റെ ആ ഒരു മാറ്റം, ഭാവപ്പകർച്ച കണ്ടപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആകെ അങ്ങ് വിഷമിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, ക്യാപ്റ്റൻ മല്ലറ്റ് ഓർ ലെഫ്റ്റനന്റ് മല്ലറ്റ്, അദ്ദേഹമാണ് ഭയചകിതനായ മനുഷ്യൻ. ഓക്കെ, ക്യാൻ യു ജസ്റ്റിഫൈ ദ ക്യാപ്റ്റൻസ് ബിഹേവിയർ? ക്യാപ്റ്റന്റെ ഈ എയർ ബലൂണിലെ യാത്ര സഞ്ചാരികൾക്ക് ഗൈഡായിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റന്റെ ബിഹേവിയറിനെ പറ്റി നിങ്ങൾക്കൊന്ന് ന്യായീകരിക്കാൻ കഴിയുമോ? ക്യാൻ യു ജസ്റ്റിഫൈ ദ ക്യാപ്റ്റൻസ് ബിഹേവിയർ? ആൻസർ: ദ ക്യാപ്റ്റൻ നോസ് ദാറ്റ് ദ സൗണ്ട് they hear is the sound of a storm coming. He does not want to frighten his passengers, so he says it is the sound of the waterfalls and nudges the narrator to keep silent. I can justify the captain's behavior. If the passengers are frightened, they may do something foolish, and this would be very dangerous as they are in a small basket of a flying balloon. അതായത് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ക്യാപ്റ്റൻ അറിയാമായിരുന്നു ഇപ്പോഴും ഇവിടെ കേൾക്കുന്ന സൗണ്ട് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക, ഒരു കൊടുങ്കാറ്റിന്റെ സൗണ്ട് പോലെ അത്രേ വളരെ ഉയർന്ന ഒരു സൗണ്ടാണ് അവിടെ കേൾക്കാനിടയായെന്ന്. എന്നാലും അദ്ദേഹം അത് കേട്ടിട്ട് ഭയചകിതരായി പാസഞ്ചേഴ്സിനെ പേടിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. കാരണം എന്തെന്നാൽ ആ കേട്ട സൗണ്ട് യഥാർത്ഥത്തിൽ ഒരു വാട്ടർഫാളിന്റെ സൗണ്ടാണെന്ന രീതിയിലാണ് അദ്ദേഹം പാസഞ്ചേഴ്സിനോട് പറഞ്ഞത്. അതൊന്നും അവിടെ കേട്ട സൗണ്ടൊന്നും കേട്ട അതെന്തോ വാട്ടർഫാളിന്റെ സൗണ്ടാണ്, അതൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നറേറ്ററും ആ സമയത്ത്, നമ്മുടെ ഈ കഥാകൃത്തും ആ സമയത്ത് വളരെ ശാന്തനായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ കഥാകൃത്തിന് ക്യാപ്റ്റന്റെ ബിഹേവിയർ നന്നായിട്ട് ഊഹിക്കാമായിരുന്നു. കാരണം എന്തുകൊണ്ടെന്നാൽ ക്യാപ്റ്റൻ ഭയചകിതനായി പറയുന്ന കാര്യങ്ങൾ കേട്ട് കൂടെയുള്ള പാസഞ്ചേഴ്സും ഒരുപക്ഷെ ഭയചകിതരാകാം. അങ്ങനെ വരുമ്പോഴേക്കും അതവര് തെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇടയാകുന്നതാണ്. അതാണ് കാര്യം. ഓക്കെ.